ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നാടകമാണോ? അവർ തമ്മിൽ എല്ലാവരും കരുതുന്ന തരത്തിൽ ഒരകലം ഇല്ലേ എന്നെല്ലാം മേഘന് ഡൗട്ട് തോന്നുന്നുണ്ട്. പിന്നീട് ഉണ്ണിയിൽ നിന്നും കരുണയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന ദുർഗ ഇനി അവൾ ഒരിക്കലും കണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മോളെ സ്വാതി, നീ അവന് നിൻ്റെ മനസ്സിലെ സ്നേഹം മുഴുവനും കൊടുക്കണം. നീയായിട്ടാണ് ഒരവസരം കളഞ്ഞു കുളിച്ചത്. ഇത്തവണത്തെ ചാൻസ് മിസ്സാക്കാൻ പാടില്ല എന്നെല്ലാം സ്വാതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വാതിയും കണ്ണേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാനും മേഘേട്ടനും കരുണയുടെ അച്ഛനും ചേർന്ന് കെട്ടിക്കുമെന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. ഇതേ സമയം കണ്ണൻ വരുമ്പോൾ എങ്കിലും അവൾ നിന്നോട് ഈ ഒരു ചതി ചെയ്തല്ലോടാ എന്ന് പറയുമ്പോൾ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നു പറയുന്നുണ്ട് കണ്ണൻ. നീ സ്വത്തുക്കളൊക്കെ അവളുടെ കയ്യിൽ നിന്നും തിരികെ എഴുതി വാങ്ങണമെന്ന് ദുർഗ പറയുമ്പോൾ അതിനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് കണ്ണൻ പറയുന്നതും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനല്ലല്ലോ, അപ്പോൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്താൽ സ്വത്തുക്കളെല്ലാം തിരികെ വാങ്ങാൻ പറ്റില്ലെന്ന് കരുണ ചോദിക്കുമ്പോൾ അനന്തവും എന്നെപ്പോലെ ഒരു വക്കീലാണ്, അനന്തു അയാൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് കണ്ണൻ പറയുമ്പോൾ ആ അനന്തവും ലേഖയും നിന്നെ ചതിച്ചു പോയ ഒരുത്തിയാണല്ലോ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ദുർഗ പറയുമ്പോൾ ഞാൻ മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വഞ്ചിച്ചിട്ടേ ഉള്ളൂ. ഏതായാലും ഞാനും അയാളും തമ്മിൽ ഇനി ഒത്തുപോകില്ല. ഞാൻ നാളെ മേഘനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ അവരോട്. ഇത്രയും പറഞ്ഞിട്ട് കണ്ണൻ അവിടെ നിന്ന് പോകുമ്പോൾ ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ വന്നു. മഹാലക്ഷ്മി എന്ന് പറയുന്നവളെയാണ് അവനിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. തുടർന്ന് സ്വാതിമോളെ അപ്പച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനിയാണ് നീ നിൻ്റെ മിടുക്ക് കാണിക്കേണ്ടത് എന്ന് വീണ്ടും ദുർഗ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി കണ്ണേട്ടനില്ലാതെ ഒരു ജീവിതം എനിക്കും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വാതി. കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയോടുള്ള കണ്ണൻ്റെ ഈ വെറുപ്പൊക്കെ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അവളുടെ ആ MD കസേര കൂടി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ഇന്ന് അവൾ എന്നെ അതിൽ നിന്നും ഇറക്കി വിട്ടു. കണ്ണേട്ടൻ്റെയും ഇവളുടെയും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ കരുത. കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എനിക്കും ഉണ്ണിയേട്ടനും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും കരുണ സ്വാതിയെ നോക്കി ഇങ്ങനെ മനസ്സിൽ മനക്കോട്ട കെട്ടുന്നുണ്ട്. പിന്നീട് മേഘൻ തന്നെ തോമസ് സാറിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചതിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നുള്ള കാര്യം കണ്ണന് തോന്നുന്നുണ്ട്. പിറ്റേന്ന് കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. ഇന്ന് മേഘൻ എന്നെ തോമസ് സാറിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം കണ്ണേട്ടാ, മനുഷ്യൻ്റെ രൂപം മാത്രമേ അവനുള്ളൂ, മനസ്സിൽ നിറയെ വിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹി സങ്കടപ്പെടുമ്പോൾ താനിങ്ങനെ വിഷമിക്കേണ്ടടോ, ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാനിപ്പോൾ വീൽ ചെയറിലൊന്നും അല്ലല്ലോ. എന്നെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനായിട്ട് അവൻ മുതിർന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ എനിക്കിപ്പോൾ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നാലും കണ്ണേട്ടൻ സൂക്ഷിക്കണമെന്ന് ലേഖയും പറയുന്നുണ്ട്. തുടർന്ന് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനെ അവിടെ നിന്നും ഡിസ്ചാർജ് ആയെന്നാണ് മാർക്കോ വിളിച്ചപ്പോൾ പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു അപായ സൂചന ഉണ്ടോ എന്നുള്ളൊരു സംശയം എന്നെല്ലാം കണ്ണു പറയുമ്പോൾ നീ സൂക്ഷിക്കണം കണ്ണ എന്ന് അനന്തവും പറയുന്നുണ്ട് കേട്ടോ. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഈ നാടകം അവസാനിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റൊരുത്തനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അങ്ങനെ കണ്ണൻ മേഘനെ കാണാനായിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തികേയൻ എന്ന ഗുണ്ടയെ തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതേസമയം മേഘനും ആ ഗുണ്ടയും കൂടി വന്നിട്ട് ഇവൻ പറഞ്ഞല്ലോ കണ്ണൻ നടക്കുമെന്ന്, നീ എഴുതി കാണിച്ചതായിട്ട്, ആ വീഴ്ചയിൽ നിൻ്റെ തലയ്ക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, കണ്ണൻ നടക്കൂടോ എന്ന് വീണ്ടും അയാളെ പരീക്ഷിക്കാനായിട്ട് മേഘൻ ചോദിക്കുമ്പോൾ അണ്ണൻ എഴുതി കാണിക്കട എന്ന് ഗുണ്ട ആവശ്യപ്പെടുന്നതും നടക്കും എന്ന് തന്നെ കാർത്തികേയൻ എന്ന ഗുണ്ട പേപ്പറിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല ആനന്ദവും ലേഖയും പിന്നെ ഇവിടെ ഒരുത്തനുണ്ടല്ലോ തോമസ് സാറ്, എല്ലാവരും കൂടി നമ്മളെ പൊട്ടം കളിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നടക്കുന്ന ഭർത്താവും അവൻ്റെ ഭാര്യയും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. മൂന്നാറിൽ വെച്ച് ഞാൻ കണ്ടതും അവനെ തന്നെയാണ്. കണ്ണൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത്. കണ്ണൻ നടന്നു എന്ന സത്യം നമ്മളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും എന്ന പേടികൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ഇനി ആ നാടകത്തിന് ഒരവസാനം വേണമെന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ കുറുകെ കൊണ്ടുവന്ന് മേഘനും കാറ് നിർത്തുന്നുണ്ട്. അപ്പോൾ മേഘനിൽ നിന്നും കണ്ണൻ എന്തെങ്കിലും ഒരു അപായം ഉണ്ടാകുമോ എന്ന് പേടിച്ച്
സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതാണ് കേട്ടോ മഹി. പിന്നീട് മേഘൻ ചതിക്കേണി ഉരുത്തി കണ്ണനെ കാത്ത് അഗസ്ത്യകൂടത്തിൽ നിൽക്കുന്നു. തുടർന്ന് കണ്ണൻ വരുമ്പോൾ തന്നെ നിന്നെ വഞ്ചിച്ചിട്ട് പോയ നിന്റെ ഭാര്യയെ ഇല്ലാതാക്കാൻ ഞാൻ സഹായിക്കാമെന്നും അതിനായിട്ട് ഒരു പദ്ധതി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കണ്ണൻ്റെ ഭാവവും മാറ്റങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിശ്ചയിക്കാം. പക്ഷേ എന്ത് ചെയ്യുന്നതിന് മുൻപും എന്നോട് ആവശ്യപ്പെടണമെന്നും കണ്ണൻ പ്രത്യേകം പറയുമ്പോൾ തന്നെ ഇത് കണ്ണൻ്റെ ഒരു നാടകമാണ്. കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് തങ്ങളെ മണ്ടന്മാരാക്കുകയാണ് എന്നുള്ള ഒരു കാര്യം മേഘൻ അവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ മഹിയെ മേഘൻ തന്നെ തട്ടിക്കൊണ്ടുവന്ന് കണ്ണൻ്റെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ മഹിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ണനെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിയെ കൊണ്ടുവന്നിട്ട് കണ്ണനോട് തന്നെ മഹിയെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും മേഘനെ ചവിട്ടി വീഴ്ത്തിയിട്ട് അവൻ്റെ അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും നാടകമായിരുന്നു. കണ്ണന് നടക്കാൻ സാധിക്കും, കണ്ണൻ്റെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള സത്യങ്ങളെല്ലാം ശത്രുക്കൾ ഒന്നടങ്കം മനസ്സിലാക്കുന്നു. പക്ഷേ കണ്ണനോടൊപ്പം ജീവിക്കാനായിട്ട് കൊതിയോടെ കാത്തിരുന്ന സ്വാതിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കേട്ടോ. ആ ഒരു കടുങ്കയാണ് സ്വാതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.